ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്നിരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ താഴെ വന്നത്. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. കറണ്ടൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ്, വെളിച്ചൊന്നും ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചു. 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഡുങ്കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ സ്വഭാവമാണ് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതും അപ്പോൾ തന്നെ വിളക്ക് കൊളുത്തി ഒന്ന് തൊഴുകാന്നുള്ളത്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ അടുക്കളയിൽ വന്നു. രാവിലെ തലേ ദിവസം തന്നെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ ഈ ഇടയായിട്ടാണ് ഞാൻ ഈ രാവിലെ ഒരു 5:30 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അതിന് മുമ്പൊക്കെ 6:30 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റ് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ 6:30 മണിക്ക് എഴുന്നേറ്റ് ഒരു 7:30 8 മണിയോട് കൂടി തീർക്കാൻ പറ്റുന്നൊരു പണിയായപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റപ്പോൾ കുറച്ചും കൂടി സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുണ്ടല്ലോ ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറ്റെന്താ പറയുക, നമ്മളിങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ എനിക്ക് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, പുക ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് ജനുവരി 24 എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. വീഡിയോ വരുമ്പോൾ അത് ഫെബ്രുവരിയിലോട്ട് കടന്നിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്ന് പ്ലാനറും ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേഗം വന്ന് ചായയും കാപ്പിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സനോനി ചായ, എനിക്ക് കാപ്പി. അതാണ് 2 കുപ്പിയിൽ നിന്നും എടുത്ത് ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ രാവിലെ കുടിക്കുമ്പോൾ മിക്കവാറും കട്ടൻ ചായയാണ് കുടിക്കാറ്. സനോയി പാലൊഴിച്ച ചായ, ഞാൻ കട്ടൻ കാപ്പിയും സനോയി പാലൊഴിച്ച ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ മാവൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. സാധാരണ എപ്പോഴും ഇഡ്ലി മാവോ അല്ലെങ്കിൽ ദോശമാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് മാവില്ലാത്ത ദിവസമായിരുന്നു. ആദ്യം തന്നെ പാല് കാച്ചാൻ വെച്ചു. ഇത് ഞാൻ രാവിലത്തേക്കും അതുപോലെ തന്നെ രാത്രിയും പിള്ളേർ പാല് കുടിക്കുക. അപ്പോൾ അതിന് 2 നേരത്തേക്കുള്ള പാല് ഞാൻ ഒറ്റയടിക്കിന് കാച്ചി വെക്കും കേട്ടോ. 2 നേരമായിട്ട് കാച്ചുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ആ മാവ് കലക്കുന്നതിനോടൊപ്പം തന്നെ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ തന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോവേവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് മാവും കലക്കി കഴിഞ്ഞു. ഈ സമയത്ത് ഡുങ്കുടു ഈ പറഞ്ഞ പോലെ അവളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇപ്പോൾ ഈ ഇടയിട്ട് അവളും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരാൾ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരും നേരത്തെ എഴുന്നേറ്റ് തുടങ്ങും എന്നൊക്കെ ഞാൻ ഓരോ വ്ളോഗിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ അവർക്കുള്ള സ്നാക്ക് ബോക്സിനുള്ള ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ ഞാൻ 2 പേർക്കും കട്ട് ചെയ്ത് ഓരോ ബോക്സിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡുങ്കുടു അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങി. അതുപോലെ തന്നെ അവൾ എഴുന്നേറ്റ് ഇപ്പം സ്ഥിരമായിട്ട് ഏതൊരു ആപ്പ് വഴി അവൾ എന്താ പറയുക വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പോഴേ അത് ശീലിച്ച് കഴിഞ്ഞാൽ വലുതാവുമ്പോഴും അതൊരു ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കാൻ നിന്നു. 6 മണിക്ക് അലാറം വെച്ച് ചിലപ്പോഴൊക്കെ അവൾ ഉറങ്ങിപ്പോട്ടോ. അപ്പോൾ ഞാൻ പോയി ഒന്ന് തട്ടി എണീപ്പിക്കും. 6 മണിയായിട്ടോ ഞാൻ എഴുന്നേറ്റ് കിട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ലൈറ്റൊക്കെ കാണുന്നതുകൊണ്ടും ഒരു തട്ടിലും മുട്ടിലൊക്കെ കേൾക്കുന്നതുകൊണ്ട് അവൾ പിന്നെ പതുക്കെ എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഒന്ന് തട്ടി വിളിച്ച് എണീപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോരുക. അപ്പോൾ നമ്മൾ ബാക്ക് ടു വർക്ക് എന്ന് പറയുന്ന പോലെ ഇതിനിടയ്ക്ക് നമ്മൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രാവിലെ ഈ നേരത്തെ എഴുന്നേക്കുന്നതോടെ തന്നെ എഴുന്നേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പണികളൊക്കെ തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇവർക്ക് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകുന്നത് രാവിലെ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും മിക്കവാറും കൊണ്ടുപോകുക. അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദോശയുള്ളതുകൊണ്ട് ദോശ അവർ കൊണ്ടുപോകും. ദോശ കൊണ്ടുപോകാൻ അവർക്ക് വലിയ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ഇതുപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഇട്ടിലേക്ക് അവർ കൊണ്ടുപോകും കേട്ടോ. അപ്പം അതോടൊപ്പം തന്നെ ചട്നി വേണം എന്നുള്ള ഡുങ്കുടൂന് ഭയങ്കര നിർബന്ധമാണ്. അല്ലാതെ പഞ്ചസാര കൂട്ടിയൊന്നും കഴിക്കില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നേരമൊക്കെ ആണെങ്കിൽ കഴിക്കും. പക്ഷേ സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ അവൾ പഞ്ചസാര ഒന്നും അങ്ങനെ കൂട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ചട്നിയൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കടുക് വറുത്തിടുന്നുണ്ട്. കടുക് വറുത്തിനും കറിവേപ്പിലൊന്നും ഇടാറില്ല. കാരണം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് കറിവേപ്പില പിന്നെ പറക്കി കളയണ്ടേ എന്നൊക്കെ പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ പറയും. അത് കാരണം ഞാൻ കറിവേപ്പില ഇടാറില്ല കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലല്ല കടുക് കാച്ച എണ്ണയിലാണ്. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ചട്നിയൊക്കെ നല്ല കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാ ഓയിലിൽ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഈ കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ആയിരിക്കും കടുക് വറുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ അവർക്ക് കഴിക്കാനുള്ള ദോശയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും ഞാനങ്ങനെ അപ്പം തന്നെ പെട്ടെന്ന് അങ്ങനെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്നി അവൾ ഡുങ്കുടു കൊണ്ടുപോകും. പക്ഷേ സച്ചു ചട്നി കൊണ്ടുപോകില്ല കേട്ടോ. അവൾ ദോശ പച്ചയ്ക്ക് കഴിച്ചോളാം എന്ന് പറയും. എന്നാലും ശരി, ചട്നി കൊണ്ടുപോകില്ല, പഞ്ചസാരയും വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശ ഇങ്ങനെ റോളാക്കി വെച്ച് അതുപോലെ തന്നെ ചട്നി ഒരു ബോക്സിലാക്കി സ്നാക്കിനുള്ള ആപ്പിളും കൂടി ഒരു ബോക്സിലാക്കി അങ്ങനെ ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. സച്ചുവിനുള്ള ഒരു ദോശ എനിക്ക് ആ മാവിൽ കിട്ടുള്ളൂ. അത് ഞാൻ രണ്ടാമത് എന്നിട്ട് കലക്കിയിട്ട് ഞാൻ 2ാമത്തെ ദോശയും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദോശ കൊണ്ടുപോകും. അപ്പോഴേക്കും സമയം 7 മണി ആയിട്ടുണ്ട്. 7 മണി ആയപ്പോഴേക്കും സച്ചുവിനെ വിളിച്ചെണീപ്പിക്കുന്ന പരിപാടിയാണ്. അവളെ എണീപ്പിക്കുക എന്ന് പറയുന്നത് കുറേ കൊഞ്ചി വേണം അവളെ എണീപ്പിക്കാൻ, അല്ലേ സച്ചു? ഇവളെൻ്റെ കൂടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. വോയിസ് കൊടുക്കാൻ നേരത്ത്
അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ സനോയും എണീറ്റ് വന്നിട്ടുണ്ട്. വലിയ സ്ലോ മോഷനിലൊക്കെയാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ മുകളിലേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ റൂം അങ്ങനെ പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കിയിടും. ഡുങ്കൂടും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ തന്നെ ചില ദിവസങ്ങളിൽ അവൾ ബെഡ്ഷീറ്റ് വിരിച്ചിടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവൾ പോയി കഴിഞ്ഞിട്ട് ആക്കുള്ളൂ കേട്ടോ. അവൾ വിരിച്ചിടുവാണെങ്കിൽ വിരിച്ചിടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് തൊടൂല. പിന്നെ നമ്മൾ പാലൊക്കെ കാച്ചിട്ട് കുറച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഡുങ്കൂട് മാത്രമാണ് കേട്ടോ രാവിലെ പാല് കുടിച്ചിട്ട് പോകുന്നത്. സച്ചുവിന് പാല് കുടിച്ച് കഴിഞ്ഞാൽ അവൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാല് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാൽ കുടിക്കില്ല. അങ്ങനെ ഒരു ഇതായപ്പോൾ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ 7:30 ആയി. ആ സമയമായപ്പോഴേക്കും ഡുങ്കൂട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട്. സനോയും 7:30 ആകുമ്പോൾ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ സനോയും പോകാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ 7:30 ആകുമ്പോഴേക്ക് തീർന്നു കേട്ടോ. സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലോട്ട് കടക്കാനുള്ള സമയം കിട്ടും. ഇത് ഈ പഠിക്കുന്ന പരിപാടി എല്ലാ ദിവസവും ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. തലേന്ന് കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് പെൻഡിങ് ഉണ്ടായതുകൊണ്ട് അവൾ പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത്. അല്ല എല്ലാ ദിവസമുള്ള പരിപാടിയല്ല കേട്ടോ. കുറച്ച് ചെയ്യാണ്ടായിരുന്നു. അത് ആ പെൻഡിങ്ങുള്ളതൊന്ന് വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉച്ചയിലത്തെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്താ പറയുക അതുവരെയുള്ള ഒരു മെസ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്നുള്ളത്. പാത്രം കഴുകുന്ന ഈ ഗ്ലൗസ് ഇട്ട് കഴുകുന്ന പരിപാടിയും ഈ ഇടയായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ കൈ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് കൈ ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്ത് ഭയങ്കരമായിട്ട് തുടങ്ങുന്നുണ്ട് റൈറ്റ് ഹാൻഡിൽ. അപ്പോൾ കൈപ്പത്തി ഭയങ്കര വേദന ആയതുകൊണ്ട് നിവൃത്തിയേട് കൊണ്ട് ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകി തുടങ്ങുന്നത്. പക്ഷേ അതാണ് നല്ലതെന്ന് എനിക്കറിയാം. പക്ഷേ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ വല്ലാണ്ട് വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലാണ്ട് തെറിക്കുന്ന പോലെ എനിക്ക് തോന്നുന്ന അവസ്ഥയാണ്. പിന്നെ അത് ശീലിച്ച് വരാതെ നിവർത്തിയില്ല. കാരണം കൈ നമുക്ക് നോക്കണമല്ലോ, കൈയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് വിചാരിക്കും. ആ സമയം കൊണ്ട് സച്ചും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളും വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങി. ഈ ഒരു സമയമൊക്കെ കഴിയുമ്പോഴേ ഞാൻ കർട്ടനൊക്കെ തുറന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ഇരുട്ടല്ലേ, വെളിച്ചമായി വരുന്നത് ഈ സമയത്താണ്. സൂര്യൻ അങ്ങനെ മുഴുവനായിട്ട് വന്നിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ലൈറ്റ് വരുന്നത് ഈ സമയത്താണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേ ഞാൻ തുറന്നിടാറുള്ളൂ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഡുങ്കൂട് പോകും. അവളുടെ ഒരു ഫ്രണ്ട് വരും കേട്ടോ. ആ ഒരു കോർണറിൽ അവളുടെ ഫ്രണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അവരെ ഒരുമിച്ച് പോകും. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സച്ചുൻ 8:30 കഴിഞ്ഞിട്ട് പോയാൽ മതി. 8:40 അടുത്തൊക്കെ പോയാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു അരമണിക്കൂർ ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് മറ്റാവുന്ന പണികളൊക്കെ തീർക്കാം എന്ന് വിചാരിച്ച് വേഗം തന്നെ അരി കഴുകി അടുപ്പത്ത് വെച്ചു. അതുപോലെ തന്നെ മുട്ട പുഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയിലത്തേക്ക് മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാവിലത്തെ കുറച്ച് റീസൈക്കിൾ ബിന്നിലോട്ട് ഇടാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവിടെ വെക്കുകയുള്ളൂ. കാരണം രാത്രി ഇരുട്ടത്തെ ഇറങ്ങി പോകാൻ ഒരു ചെറിയ പേടിയൊക്കെ എനിക്കുള്ളതുകൊണ്ട് അങ്ങനെ ഇടും. അപ്പോൾ പിന്നെ രാവിലെ എടുത്തുകൊണ്ട് കളയും. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ സമയം ഉണ്ടായതുകൊണ്ട് കഴുകാനുള്ള തുണികളൊക്കെ അങ്ങ് കഴുകാനിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിൻ്റെ പണി അങ്ങ് തീർത്തോളുമല്ലോ. അപ്പോൾ ഈ സമയമായപ്പോൾ സച്ചു പതുക്കെ റെഡി ആവാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ യൂണിഫോം ഒക്കെ മാറി പിന്നെ മുടി കെട്ടാനും മുഖമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് അവിടെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ കൂടി പോയപ്പോൾ ബുക്കൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഫ്രണ്ട് വന്ന് മെസ്സേജ് അയക്കും ആ കുട്ടി ഇവിടെ എത്തിയെന്ന്. അപ്പോൾ ആ സമയത്താണ് അവൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത് കാരണം പിന്നെയുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ ആ ബുക്കൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അത് അവിടേക്കൊന്ന് ഒതുക്കി ഒക്കെ കഴിഞ്ഞ് ബുക്കും എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ രാവിലത്തെ പണികളും ഒരുവിധം കഴിഞ്ഞു. അതുപോലെ തന്നെ ചോറുമായിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് അപ്പോഴേക്കും സച്ചുത എന്താ പറയുക യൂണിഫോം ഒക്കെ ആയിട്ട് റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നെ അവളെ ഒന്ന് റെഡിയാക്കി. ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കിട്ടി. പണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഉച്ചത്തേക്കുള്ള ചോറും അതൊന്നും ഈ സമയത്ത് വെക്കാറില്ല കേട്ടോ. പിള്ളേരെ കൊണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇങ്ങനെ നേരത്തെ എഴുതിയിട്ട് ഒരു ഡിസംബർ പകുതിയോടുകൂടി ഞാൻ ശീലിച്ച് വന്നതാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ എനിക്കത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഫോളോ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ സച്ചു പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. സച്ചു ഇത് പി ബാഗാണ് അവർക്ക്. ഇത് ഞാൻ ഫ്രൈഡേ എടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഫ്രൈഡേ പി ഉണ്ട്. അപ്പോൾ പിക്കുള്ള ബാഗ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് അപ്പോഴേക്കും കോട്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാ കോട്ടിൻ്റെ ബട്ടനൊക്കെ ഊരിപ്പോയി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഉണ്ടല്ലോ വീടിൻ്റെ മുകളിൽ നമ്മൾ സച്ചിൻ്റെ റൂമിലിരുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഗേറ്റ് തുറന്നു എന്നുള്ളത് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി നോക്കി. ഗേറ്റ് അവർ ഇന്ന് ലേറ്റായിട്ട് തുറന്നത്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല. ഗേറ്റ് തുറക്കാണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി വെറുതെ അവിടെ പോയി പോസ്റ്റാവും. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നതിന് ശേഷം മാത്രമേ അവളെ കൊണ്ടാക്കാൻ പോയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കാൻ പോയി. വാതിൽ അടച്ചിട്ട് പിന്നെയും തുറന്നു വന്ന കണ്ടില്ലേ, നല്ല കാറ്റായിരുന്നേ. കാറ്റിൻ്റെ ശക്തി കൊണ്ട് അത് തുറന്നു വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോർണിംഗ്. ഈ ഇടയായിട്ട് മോർണിംഗ് എല്ലാം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ശീലമാക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. കാരണം നമുക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ പിള്ളേർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചയിലത്തെ പണികളും എല്ലാ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് ഇരിക്കാൻ അങ്ങനെ സമയം കിട്ടി തുടങ്ങി. പെട്ടെന്ന് പണികളൊക്കെ തീർന്നു തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ കറിയൊക്കെ പെട്ടെന്ന് ആക്കാവുന്നല്ലേ ഉള്ളൂ. ഒതുക്കലും എല്ലാം പണിയും ഒക്കെ തീർന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പണി തീർന്നുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരം ഇരിക്കാനും ബുക്ക് വായന കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ശീലമായിരുന്നു. അതൊക്കെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഇതാണ്. ഈ ഒരു മോർണിംഗ് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ശീലാക്കാൻ നോക്കൂ ഇങ്ങനത്തെ ഒരു മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.